ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മുഖത്തിടാൻ ഉപയോഗിക്കുന്ന പൗഡർ കൊണ്ട് നമുക്ക് ഒരുപാട് ടിപ്സുകളുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ടിപ്പെന്ന് പറയുന്നത്, ഇതുപോലുള്ള പിന്നുകളൊക്കെ നമ്മൾ സൂക്ഷിക്കുന്ന സമയത്ത് കുറേ നാൾ വെക്കുന്ന സമയത്ത് തുരുമ്പെടുക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇനി അങ്ങനെ തുരുമ്പെടുക്കാതിരിക്കാനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു ബോക്സിൽ, ഏത് ബോക്സിലായാലും ശരി കേട്ടോ, ഒരു പ്ലാസ്റ്റിക് ബോക്സിൽ ഇട്ട് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് പൗഡർ ഒന്ന് വിതറി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാൾ തുരുമ്പെടുക്കാതെ നമുക്ക് പിന്നുകൾ എടുക്കാൻ കഴിയും കേട്ടോ. ഈ ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുകയാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ മൂടി ഭദ്രമായി എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാൾ നമുക്ക് തുരുമ്പൊന്നും എടുക്കാതെ കുറേ നാൾ യൂസ് ചെയ്യാൻ കഴിയും കേട്ടോ. ഇനി രണ്ടാമത്തെ ടിപ്സായിട്ട് വരുന്നത്, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന വളകളൊക്കെ നമുക്ക് ചിലപ്പോൾ പുറത്തെങ്ങോട്ടെങ്കിലും പോകണം, വള ഒന്ന് മാറ്റിയിടണം, അങ്ങനെ എന്നുണ്ടെങ്കിൽ നമുക്ക് ഊരിയെടുക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. ചിലപ്പോൾ വളയൊക്കെ നമ്മുടെ കൈ ടൈറ്റ് ആയതുകൊണ്ടും നമുക്ക് ഊരിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആ സമയങ്ങളിൽ നമ്മൾ കുറച്ച് പൗഡർ ഒന്ന് നമ്മുടെ കയ്യിലൊന്ന് കൈത്തണ്ടയിലൊന്ന് തൂവി കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ആ വള ഒന്ന് ഊരാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ ഊരിപ്പോരും. അതുപോലെ തന്നെ നമുക്ക് വള തിരിച്ച് അകത്തേക്ക് കയറ്റണമെങ്കിലും ഇതേ ടിപ്പ് തന്നെ ചെയ്താൽ മതി. ഇതുപോലെ തിരിച്ച് അങ്ങോട്ടും കയറ്റാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇത് വള മാത്രമല്ല, നമ്മുടെ കയ്യിലുള്ള മോതിരം അത് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ തിരിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. ഒന്ന് വിരലിലേക്ക് പൗഡർ കുറച്ച് തൂവി കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിനുശേഷം നമുക്ക് ആ റിങ് ഊരാണെങ്കിൽ ഈസി ആയിട്ട് ഊരിപ്പോരുന്നതായിരിക്കും. നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇനി അടുത്ത ടിപ്സ് എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും ഗോൾഡ് കവറിങ്ങിൻ്റെ ആഭരണങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളായിരിക്കും അല്ലേ. അപ്പോൾ വള, മാല, മോതിരം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതൊക്കെ കഴുകി ഒന്ന് വൃത്തിയാക്കി വെച്ചിരുന്നാലും കുറേ നാൾ കഴിയുമ്പോൾ അതിനൊരു നിറത്തെ മാറ്റവും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം വെള്ളം നനച്ച് കഴുകിയതിന് ശേഷം നല്ലൊരു തുണി വെച്ച് തുടച്ചിട്ട് ഇതുപോലെ കുറച്ച് പൗഡർ അതിലേക്ക് തൂവി കൊടുത്തിട്ട് നമ്മളതൊരു ബോക്സിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ കുറേ നാൾ കേടുകൂടാതെ ഇരിക്കുന്നതായിരിക്കും. പിന്നെ ഉപയോഗിക്കുന്ന സമയത്ത് വാഷ് ചെയ്ത് നന്നായി തുടച്ചിട്ട് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതെല്ലാ വീട്ടമ്മമാർക്കും നല്ല ഉപകാരപ്രദമായിരിക്കും. തീർച്ചയായിട്ടും ഇതൊരു യൂസ്ഫുള്ളായ ഒരു ടിപ്സ് ആയിരിക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയുക കേട്ടോ. അപ്പോൾ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത്, എൻ്റെ മോളുടെ ഒരു സോക്സാണ് കേട്ടോ. സ്കൂളിൽ പോകുമ്പോൾ ഉപയോഗിക്കുന്ന സോക്സാണ്. അപ്പോൾ ഈ സോക്സിനുള്ളിൽ എപ്പോഴും കുട്ടികൾ കുറേ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സ്കൂളിലിരുന്ന് വരുന്ന സമയത്ത് നല്ല ഒരു വേർപ്പിൻ്റെ സ്മെല്ലും അങ്ങനെയൊക്കെ ഉണ്ടാകും. ചില കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കാല് ഭയങ്കരമായിട്ട് വേർക്കും. അങ്ങനെയുള്ള സമയങ്ങളിൽ ഭയങ്കരമായിട്ട് ബാഡ് സ്മെല്ലായിരിക്കും സോക്സിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഇതുപോലുള്ള സമയങ്ങളിൽ കുട്ടികൾക്ക് ഇങ്ങനെ സോക്സ് ഇടുന്നതിന് മുന്നേ കുറച്ച് പൗഡർ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സോക്സ് ഇടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കാലിനുള്ള വേർപ്പിൻ്റെ നനവോ അങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല. ബാഡ് സ്മെല്ലൊന്നും വരാതെ എപ്പോഴും വൈകുന്നേരം വരെ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്നാലും ഒരു ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാകാതെ നല്ലൊരു സുഗന്ധമായിരിക്കും ഉണ്ടാവുമായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 സോക്സിലും ഇതുപോലെ മക്കൾക്ക് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, മക്കൾക്ക് മാത്രമല്ല കേട്ടോ, ഇത് ഹസ്ബൻഡ്സ് ജോലിക്ക് പോകുമ്പോൾ ഉപയോഗിക്കാനും അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചില കുട്ടികൾക്കും ചില ആളുകൾക്കും ആയാലും ശരി കാലൊക്കെ വേർക്കുന്നൊരു പ്രകൃതമുള്ള ആളുകളുണ്ട്. അവർക്കൊക്കെ ഈ ഒരു ടിപ്സ് നല്ല ഉപകാരപ്രദമായിരിക്കും കേട്ടോ. കാല് പെട്ടെന്ന് വേർത്ത് പോകും. അപ്പോൾ ഇതുപോലെ പൗഡർ ഇങ്ങനെ കാലിനകത്ത് ഉണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങനെ വേർക്കില്ല. അതുപോലെ തന്നെ ബാഡ് സ്മെല്ലും വരില്ല. ഇതുപോലുള്ള ഉപകാരപ്രദമായ ഒരുപാട് വീഡിയോസും നമ്മൾ ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ അതെല്ലാം കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത്, നമ്മുടെ വീടുകളിൽ ഇതുപോലുള്ള റബ്ബർ ബാൻഡുകളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ റബ്ബർ ബാൻഡുകളൊക്കെ നമ്മൾ എടുത്ത് വെക്കുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാനായിട്ട് നമുക്ക് പൗഡർ വെച്ച് ഒരു സൂത്രം ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെയാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മളിത് ഇതുപോലെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നമ്മുടെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് പൗഡർ കൂടെ തൂവി കൊടുത്ത് നല്ലപോലെ ഇട്ട് ബോക്സ് മിക്സ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് കുലുക്കി കൊടുത്താൽ മതി. അപ്പോൾ തന്നെ റബ്ബർ ബാൻഡ് എല്ലാ ഭാഗത്തും പൗഡർ ആയിക്കോളും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് റബ്ബർ ബാൻഡ് ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. നമുക്ക് ആവശ്യ സമയത്ത് ഓരോന്നായി തന്നെ നമുക്ക് എടുക്കാൻ കഴിയും. അപ്പോൾ ഈ ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അടുത്ത ടിപ്സ് എന്ന് പറയുന്നത്, നമ്മുടെ ഹാൻഡ് ബാഗിലൊക്കെ ജോലിക്ക് പോകുന്ന ആളുകളാണെങ്കിൽ ലഞ്ച് ബോക്സൊക്കെ വെച്ചിട്ട് പോയി അതിൻ്റെ കറിയുടെ അതങ്ങനെയൊക്കെ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇതുപോലൊരു ടിഷ്യൂ പേപ്പർ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പൗഡർ നമ്മളൊന്ന് തൂവി കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ ഈ
ടിഷ്യൂ പേപ്പർ ഒന്ന് 4ആയിട്ടൊന്ന് മടക്കിയതിന് ശേഷം സേഫ്റ്റി പിന്ന് വെച്ച് നമ്മളതിന് ചെറിയ ചെറിയ ഹോൾസ് ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അതുവഴി വന്നിട്ട് നമുക്ക് പൗഡറിൻ്റെ മണം നമുക്ക് പുറത്തേക്ക് വരികയും ചെയ്യും. നമ്മുടെ ബാഗിലുള്ള അകത്തുള്ള ദുർഗന്ധം അങ്ങനെയുള്ള ബാഡ് സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടി നല്ലൊരു ബാഗ് തുറക്കുന്ന സമയത്ത് നല്ലൊരു മണം കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് ജോലിക്ക് പോകുന്ന ആളുകളാണ് കൂടുതലും ഒന്ന് ട്രൈ ചെയ്യുക. അല്ലാത്തവർക്ക് നമുക്കിത് ട്രൈ ചെയ്യാം കേട്ടോ. നമ്മുടെ ഹാൻഡ് ബാഗിൽ എപ്പോഴും ഇതൊന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാഗിനകത്ത് ബാഡ് സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ലൊരു മണം ഉണ്ടായിരിക്കും. ഇത് നമുക്ക് നമ്മുടെ പേഴ്സിലും ഉപയോഗിക്കാം കേട്ടോ. മണി പേഴ്സൊക്കെ നമ്മൾ വെക്കുന്ന സമയത്ത് അതിൽ നമ്മളൊരു ചെറിയ അറയൊക്കെ ഉണ്ടാവില്ല, അതിലൊക്കെ നമുക്ക് ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാഗിനകത്തായാലും ശരി പേഴ്സിനകത്തായാലും ശരി ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നല്ലൊരു പോസിറ്റീവ് എനർജിയും നല്ലൊരു മണവും നല്ല ഒരു ഇതായിരിക്കും. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ടിപ്സിനായിട്ട് നമ്മൾ ഇതുപോലൊരു ടിഷ്യൂ പേപ്പറിൽ 1 ടേബിൾ സ്പൂണോളം കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ചധികം നമ്മൾ പൗഡർ ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മഞ്ഞൾപ്പൊടിയും പൗഡറും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു 2 കർപ്പൂരം കൂടെ നല്ലപോലെ ഒന്ന് പൊടിച്ചു കൊടുക്കുന്നുണ്ട്. പൊടിച്ചു കൊടുത്തതിന് ശേഷം ഇതെല്ലാം മൂന്നും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഈ ഒരു പൊടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പൊടി 4ആയിട്ടൊന്ന് ഈ പേപ്പർ ഒന്ന് 4ആയിട്ടൊന്ന് മടക്കിയെടുക്കുക കേട്ടോ. അതിന് ശേഷം ഒരു സേഫ്റ്റി പിന്ന് വെച്ച് നമ്മളിതിൽ കുറച്ച് ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ലാതെ അത് നമ്മൾ പൊതി നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നത് കൊണ്ടൊന്നും കുഴപ്പമില്ല. അപ്പോൾ നമ്മളിതിലിപ്പോൾ ഒരു റബ്ബർ ബാൻഡൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഇങ്ങനെ ഒരു പൊതി റെഡിയാവും. ഇനി ഈ പേപ്പറിന് കുറച്ച് ഹോൾസ് ഉണ്ടാക്കണം. അതിന് നമ്മളൊരു സേഫ്റ്റി പിൻ എടുത്ത് കുറച്ച് ഹോൾസ് ഒന്ന് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മളിനി എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ തംബ്നെയിലിൽ കണ്ടപോലെ ഷൂവിനകത്ത് നമ്മളിത് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ മഴക്കാലത്തും ചൂടുകാലത്തും ആയാലും ശരി നമ്മൾ പുറത്ത് ഷൂസൊക്കെ വെക്കുന്ന സമയത്ത് അതിനേക്ക് പല്ലി, പാറ്റ അതുമാത്രമല്ലാതെ പാമ്പൊക്കെ വന്ന് കിടക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതുപോലുള്ള അപകടങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ ഈ ഒരു പൊതി നമ്മളത് ഷൂവിനകത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പല്ലി, പാറ്റ തുടങ്ങിയ ഒന്നും നമ്മുടെ ഷൂവിനകത്ത് കയറില്ല. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, വളരെ ഉപകാരപ്രദമായിരിക്കും നിങ്ങൾക്കിത്. മാത്രവുമല്ല ഷൂവിനകത്ത് ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ ടീപ്പോയിലൊക്കെ നമ്മുടെ കുഞ്ഞു മക്കളുണ്ടെങ്കിൽ അവർ ആ ഗ്ലാസ്സിൻ്റെ പുറത്തൊക്കെ ടച്ച് ചെയ്തിട്ടും ചായ കുടിച്ചതിൻ്റെതും അങ്ങനെ എണ്ണ മെഴുക്ക് വല്ല സ്നാക്സൊക്കെ കഴിച്ചതിൻ്റെ എണ്ണ മെഴുക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവും. ആ സമയങ്ങളിൽ നമ്മൾ കുറച്ച് പൗഡർ ഒന്ന് ഒരു ടിഷ്യൂ പേപ്പറിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് അതിന് ശേഷം നമ്മൾ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് തന്നെ നന്നായിട്ട് ഗ്ലാസ് ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ ടീപ്പോയുടെ ഗ്ലാസ്സൊക്കെ നമുക്ക് ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ തുടച്ചു കൊടുക്കുമ്പോൾ അതിലുള്ള എണ്ണ മെഴുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പൗഡർ വലിച്ചെടുക്കും. ഈർപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളും അത് വലിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഗ്ലാസ് നല്ല സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് നല്ല തിളക്കത്തോടു കൂടി തന്നെ നമുക്കിത് ഇങ്ങനെ കിട്ടും കേട്ടോ. ഈ ഒരു പൗഡർ വെച്ച് നമ്മുടെ ഈ ടീപ്പോയുടെ ഗ്ലാസ് മാത്രമല്ല നമ്മുടെ കണ്ണാടി മുഖം നോക്കുന്ന കണ്ണാടി മിറർ ഉണ്ടല്ലോ അതും അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റവ് എല്ലാം നമുക്ക് ഇതുപോലെ നമുക്ക് പൗഡർ കുറച്ചൊന്ന് തൂവി കൊടുത്തിട്ട് നമുക്കൊന്ന് നല്ല പോലെ ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല തിളങ്ങുന്ന ഗ്ലാസ്സായി മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ വീട്ടമ്മമാർക്ക് ഉപകാരപ്രദമായ ഒരുപാട് വീഡിയോസ് നമ്മുടെ ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെല്ലാം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ ടോയ്ലറ്റിൽ ഒരു ബാഡ് സ്മെല്ല് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ടോയ്ലറ്റ് സീറ്റിലേക്ക് നമ്മൾ കുറച്ച് പൗഡർ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ രാത്രി സമയങ്ങളിൽ നമ്മളിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ചധികം നമ്മൾ ടോയ്ലറ്റ് സീറ്റിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഇതൊന്ന് ഫ്ലഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ബാത്റൂമിനകത്തുള്ളതും ഈ ടോയ്ലറ്റ് സീറ്റിനകത്ത് നിന്ന് വരുന്ന ബാഡ് സ്മെല്ലൊന്നും ഇല്ലാതെ എപ്പോഴും ബാത്റൂം നല്ലൊരു സ്മെല്ലോട് കൂടി ഇരിക്കും കേട്ടോ. അപ്പോൾ ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അടുത്ത ടിപ്പിനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറിൽ 1 ടീസ്പൂണ് നമ്മൾ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പൗഡർ കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് പൗഡറും മഞ്ഞൾപ്പൊടിയും തമ്മിലുള്ള ഈ പൗഡർ ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുടിയിൽ നമ്മൾ കുറച്ച് ഹോൾസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഹോൾസ് എടുക്കുക. ഹോൾസ് ഒരു മുടിക്ക് ഉണ്ടാക്കുക.
അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മിക്സ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിൽ ഉറുമ്പിൻ്റെ ശല്യമൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഉറുമ്പിൻ്റെ ശല്യമുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഈ പൗഡറും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഈ മിശ്രിതം നമ്മളൊന്ന് എല്ലായിടത്ത് ഉറുമ്പ് വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഒന്ന് തൂവി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് നമ്മുടെ കുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ നമുക്ക് ഉറുമ്പ് പൊടിയൊക്കെ വാങ്ങി മറ്റ് കെമിക്കൽസൊക്കെ യൂസ് ചെയ്യുന്നത് വളരെ അപകടം പിടിച്ച പണിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികളുള്ള വീടുകളിലൊക്കെ കൂടുതലായിട്ടും ഇങ്ങനെ നമ്മുടെ വീട്ടിലുള്ള ഹോം റെമഡീസൊക്കെ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ബോട്ടിലേക്ക് മാറ്റിയതിന് ശേഷം ആ മൂടിയൊന്ന് ക്ലോസ് ചെയ്ത് നമ്മളിത് ഉറുമ്പ് വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഒന്ന് ഇട്ട് ഇങ്ങനെ നമ്മൾ പൗഡർ ഡബ്ബ എങ്ങനെയാണോ നമ്മളത് ചെയ്യുന്നത് അതേപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ പൊടികളൊക്കെ ആ ഉറുമ്പിൻ്റെ അതിലേക്ക് ഇങ്ങനെ നമ്മളങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഉറുമ്പുകളും നമുക്ക് പോയി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ നമ്മളെ അറിയിക്കണം. നിങ്ങൾക്ക് യൂസ്ഫുള്ളായ ഈ വീഡിയോസൊക്കെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.